കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 9-ാം മാസത്തിൻ്റെ 18-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി നമുക്ക് അടുത്തു ചെല്ലാം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൂതനെ ഭൂതമാക്കി മാറ്റിയത് പാപമാണ്. ദൂതന്മാരുടെ ഇടയിലാണ് ആദ്യ പാപം ഉടലെടുത്തത്. ഭൂമിയിലെ ആദ്യ ദമ്പതികളുടെ അടുക്കൽ സാത്താൻ വന്ന് അവരെ വശീകരിച്ച് പാപത്തിൽ വീഴ്ത്തുകയും അങ്ങനെ ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ടിരുന്ന മനുഷ്യവർഗം ദൈവത്തിൽ നിന്നും അകന്ന് പാപികളായി തീരുകയും ചെയ്തു. ആദമീയ രക്തത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപികളാണ്. ജന്മനാൽ പാപികളായിരുന്ന മനുഷ്യൻ കർമ്മം കൊണ്ടും പാപികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. ദൂതന്മാർ പാപം ചെയ്തപ്പോൾ ദൈവത്തിന് അവരോട് ക്ഷമിക്കുവാൻ മനസ്സില്ലാതെ അവരെ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ തെറ്റ് ചെയ്ത മനുഷ്യനോട് ദൈവം ക്ഷമിക്കുവാൻ അല്ലെങ്കിൽ കരുണ കാണിക്കുവാൻ ദൈവം സ്തോത്രം ഇടയായി. യേശുവിലുള്ള വിശ്വാസത്താലും ഏറ്റുപറച്ചിനാലും നമുക്ക് പാപമോചനം വീണ്ടെടുപ്പുമുണ്ട്. ക്ഷമിച്ച പാപങ്ങൾ കടലിന്റെ ആഴങ്ങളിൽ ഇട്ടുകളയുന്നത് പോലെയാണ് എന്ന് വചനം പറയുന്നു. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയുകയും അവയുടെ പാപങ്ങളെയൊക്കെ നീ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. സ്വയം നീതീകരണം കൂടാതെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനീതിയുടെ പാപങ്ങൾ മാത്രമേ ദൈവം ക്ഷമിക്കുകയുള്ളൂ. എന്നാൽ പാപത്തിന് പരിഹാരം വരുത്താതെയും പാപത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ദൈവത്തെ നന്നായി അറിഞ്ഞതിന് ശേഷം പിന്നെ പാപത്തിൽ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരുടെ പിന്നത്തെ ജീവിതം വളരെ കഠിനതയാണ്, ദയനീയമാണ്. ആർക്കും അവരെ വിടുവിക്കുവാൻ കഴിയാത്ത അനർത്ഥത്തിലേക്ക് അവർ വഴുതി വീഴുവാനിടയാകും. പ്രാർത്ഥനക്കാരൻ ശരിയാകാതെ പ്രാർത്ഥന നന്നായതുകൊണ്ട് അർത്ഥമില്ല. ദൈവം മനുഷ്യന്റെ അവസ്ഥ നോക്കിയല്ല, വ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. കേൾവിക്കാർക്ക് ഇമ്പമായും മധുരമായും തോന്നത്തക്ക വിധം പ്രാർത്ഥിച്ചാലും ഒറ്റയ്ക്കോ സംഘമായോ പ്രാർത്ഥനയ്ക്ക് ദീർഘസമയം ചിലവഴിച്ചാലും പാപക്ഷമ പ്രാപിക്കാതെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല, ഒരു പ്രതിഫലവും ലഭിക്കുകയുമില്ല. വചനമനുസരിക്കാത്തവരെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാകുന്നു. ദൈവം ആ പ്രാർത്ഥന വെറുക്കുന്നു. ന്യായപ്രമാണം അനുസരിക്കാതെ കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു എന്ന് വചനം വ്യക്തമായി പറയുന്നു. ഒരാൾക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ടെങ്കിലും ആ വ്യക്തി പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ ഒരു മേഖലയിലും ഉയർന്നു വരുവാൻ കഴിയുകയില്ല. പാപത്തിൽ ജീവിക്കുന്നവർ മറ്റുള്ളവർക്കൊരു ഭാരമായിരിക്കുന്നത് പോലെ താൻ തനിക്ക് തന്നെ ഒരു ഭാരമായിരിക്കുമെന്ന് വചനം പറയുന്നു. ചിരിക്കുവാനോ സന്തോഷിക്കുവാനോ ഉറങ്ങുവാനോ ഭക്ഷിക്കുവാനോ ഒന്നിനും കഴിയാത്ത ഒരു ഭാരം ആ വ്യക്തിയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. താൻ ചെയ്ത തെറ്റിന് ന്യായമായ ശിക്ഷ അനുഭവിച്ച് ക്രൂശിൽ കിടക്കുന്ന കള്ളന്മാരിൽ ഒരുത്തൻ സ്തോത്രം താൻ കർത്താവിനെ ഏറ്റുപറയുകയും ചെയ്തപ്പോൾ തൻ്റെ പാപത്തെയും ഏറ്റുപറഞ്ഞ് കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചപ്പോൾ ദൈവം അവനോട് ക്ഷമിക്കുകയും അവൻ പറുദീസ അവകാശമാക്കുകയും ചെയ്തുവല്ലോ. പ്രിയ ദൈവവേദനെ, തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരില്ല ഈ ഭൂമിയിൽ. എന്നാൽ സ്വയം നീതീകരിക്കാതെ അവയെ ഏറ്റുപറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ ലഭിക്കും നിശ്ചയമായും. ആദം പാപം മറച്ചു വെച്ചതിൻ്റെ ശിക്ഷ താൻ അനുഭവിക്കുവാൻ ഇടയായി. ഏകസി
പാപം മറച്ചു വയ്ക്കുവാൻ ആമേ ശ്രമിച്ചു. അവന് കിട്ടിയ ശിക്ഷ വളരെ കഠിനമായിരുന്നു. എന്നാൽ തെറ്റ് ബോധ്യപ്പെടുത്തിയപ്പോൾ ദാവീദ് ഒന്നും മറച്ചു വെക്കാതെ ദൈവസന്നിധിയിൽ ആമേൻ അനുദപിച്ചപ്പോൾ ദൈവം അവൻ്റെ പാപത്തെ സ്തോത്രം തൻ്റെ കുറ്റം ക്ഷമിച്ചുകൊണ്ട് തന്നെ ശുദ്ധീകരിപ്പാൻ ഇടയാക്കി. തന്നെ ഹാലില് വിശുദ്ധ ജീവിതം തുടരുവാൻ ദൈവം ഏവർക്കും ഈ പ്രഭാതം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ എളിയവനും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവവേദിയിലെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഇല്ലാഞ്ഞിട്ടല്ല, കുറ്റങ്ങൾ നാം ചെയ്യാഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയുമാണ് ഇന്ന് പ്രഭാതം നാം ജീവനോടെ ആയിരിക്കുന്നത്. എത്രയോ നമ്മേക്കാൾ ശ്രേഷ്ഠത പറഞ്ഞവർ, നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ, സൗന്ദര്യമുള്ളവർ, സമ്പത്തുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ സർവശക്തനായ ദൈവം നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഈ 9-ാം മാസത്തിൻ്റെ 18-ാമത്തെ പ്രഭാതം കാണുവാൻ സ്വർഗം ഭാഗ്യം തന്നില്ലേ? നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം, നമ്മുടെ ലംഘനങ്ങളെ ദൈവത്തോട് ഏറ്റുപറയാം, നമ്മുടെ പാപങ്ങളെ ദൈവത്തിന് ഏറ്റുപറയാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മോട് ക്ഷമിക്കും. ദൈവം ക്ഷമിച്ചാൽ നാം ഭാഗ്യമുള്ളവരായി തീരും. ഭാഗ്യവാന്റെ പട്ടികയിൽ ഇന്ന് പകൽക്കാലം എണ്ണുവാൻ തക്കവണ്ണം നമ്മുടെ കുറവുകളെ ദൈവത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നാഥ, ഞങ്ങളുടെ ബലഹീനതകൾ, ഞങ്ങളുടെ കുറവുകളെ, ആരാധന കുറവുകൾ, പ്രാർത്ഥന കുറവുകൾ, കർത്താവേ, ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ, സംസാരം, നോട്ടം, ചിന്ത, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകളെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പ്രഭാതം ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കരുണയും കൃപയും എല്ലാവരും ഭാഗ്യവാന്റെ പട്ടികയിൽ എണ്ണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ ആവശ്യങ്ങളെ സ്വർഗം എന്ന് പകൽക്കാലം ഓർക്കണമേ. അനവധി നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ടല്ലോ കർത്താവെ. എല്ലാ വിഷയങ്ങളെയും കർത്താവെ, വരുന്ന ആളുകളിൽ ഞങ്ങൾ ഉപവാസത്തോടെ ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ആ സകല വിഷയങ്ങൾക്കും സ്വർഗം മറുപടി നൽകി മാനിക്കണം, ആദരിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും. മഹത്വം അങ്ങെടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.